പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 3-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഈ ഞായറാഴ്ച ദിവസം നമ്മെ ഏവരെയും പ്രാപ്തരാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 18-ാം സങ്കീർത്തനം 17-ാം വാക്യം. സാംസ് 18:17 നാം ഇങ്ങനെ വായിക്കുന്നു: ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ദാവീദിന്റെ ധന്യമായ ഒരു സ്തോത്ര സങ്കീർത്തനമാണ് 50 വാക്യങ്ങൾ അടങ്ങിയ 18-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം രചിക്കുവാനിടയായ സാഹചര്യം ഇതിന്റെ തലക്കെട്ടിൽ വിവരിച്ചിരിക്കുന്നു. ദാവീദ് നാളുകളായി യുദ്ധത്തിന്റെ പിന്നാലെ ഓട്ടമാണ്. ദാവീദ് ശത്രുവിനെ ഓടിക്കുന്നു, ദാവീദിനെ ശത്രു ഓടിക്കുന്നു. എങ്ങനെയാണെങ്കിലും ദാവീദ് യുദ്ധക്കളത്തിലാണ്. അങ്ങനെ ദാവീദ് യുദ്ധത്തിൽ നിന്നൊക്കെ സ്വസ്ഥനായി, പ്രത്യേകിച്ച് ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെട്ട് താൻ സ്വസ്ഥമായി ശാന്തമായി വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രത്തോട് പാടിയ സ്തുതിഗീതമാണ് ഈ 18-ാം സങ്കീർത്തനം. അതിന്റെ ആദ്യ വാക്യങ്ങൾ: ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, കാരണം എൻ്റെ കോട്ടയാണ്, എൻ്റെ പരിചയമാണ്. ദാവീദിന്റെ ജീവിതയാത്രയിൽ ദൈവം ആരായിരുന്നു എന്ന് വളരെ വ്യക്തമായി ദാവീദ് ഈ സങ്കീർത്തനത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇതിന്റെ ഓരോ വാക്യങ്ങളും വളരെ വിലയേറിയതാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലായി പ്രാർത്ഥനയോടെ സ്മരിക്കാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട 17-ാം സങ്കീർത്തനം 17-ാം വാക്യം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നമ്മിലും ബലമേറിയവർ നമ്മെ ഞെരുക്കുവാൻ, നമ്മെ തകർക്കുവാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ വന്നാലും ബലമുള്ള കരങ്ങളാൽ താങ്ങുന്ന ഒരു ദൈവത്തിന്റെ വലിയ കരുതൽ ദാവീദ് അനുഭവിച്ചത് നമ്മളോട് പറയുകയാണ്. ദാവീദ് പറയുകയാണ്: എന്നിലും ബലമേറിയവരായിരുന്നു എന്നെ പിടിക്കുവാൻ, എന്നെ തകർക്കുവാൻ വന്നത്. എന്നാൽ ദൈവം അവരെ പിടിച്ചു, ദൈവം അവരെ ചിതറിച്ചു, ദൈവം എന്നോട് കൂടെയിരുന്നു. അതുകൊണ്ട് എന്നിലും ബലമേറിയവർ എന്നെ ഒന്നും ചെയ്യുവാൻ ദൈവം അനുവദിച്ചില്ല. ഈ വിശുദ്ധ ദിനം രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദര, സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, നാം ഒക്കെ കടന്നു പോകുന്നത് ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ താണ്ടി തന്നെയാണ്. എന്നാൽ പലപ്പോഴും നാം വിചാരിച്ചിട്ടുണ്ട്, ഞാൻ വീണു പോകും, ഞാൻ തകർന്നു പോകും. നാം പലപ്പോഴും തിരിച്ചു പറയാറുമുണ്ട്, ഇന്ന സന്ദർഭം ഞാൻ എങ്ങനെ ധാരണം ചെയ്തുവെന്ന് ഇന്ന് ഓർക്കുമ്പോൾ അതിശയമായിരിക്കുന്നു. അതെ, ആ അതിശയമായി, അത്ഭുതമായി ഇന്ന് മാറിയിരിക്കുന്ന അന്നത്തെ ആ വിഷയം നമ്മിൽ നിന്നും എടുത്തു മാറ്റിയത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മളെക്കാട്ടിൽ ബലവാന്മാർ, ശക്തന്മാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സ്വാധീനമുള്ളവർ, പണമുള്ളവർ, ആൾബലമുള്ളവർ, എല്ലാ വിധങ്ങളിലും നമ്മെ തച്ചുടയ്ക്കുവാൻ ശക്തരായവർ
നമുക്കെതിരെ പല വിധത്തിൽ കോപ്പുകൂട്ടി. നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ, അവരുടെ ഭാവി ഉയരാതെ വണ്ണം അവരെ ഇല്ലായ്മ ചെയ്യുവാൻ കള്ളക്കേസിൽ കുടുക്കി, അപവാദങ്ങൾ പറഞ്ഞു പരത്തി, നമുക്ക് യാതൊരു വിധത്തിലും അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മളുടെ തലയിൽ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ, നമ്മുടെ കുടുംബത്തിൽ വെച്ച് കെട്ടി നമ്മെ വല്ലാണ്ട് താറടിക്കുവാൻ ഇങ്ങനെ ശക്തിയുള്ളവർ, ശക്തരായവർ അവരുടേതായിട്ടുള്ള കുതന്ത്രങ്ങൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ മെനഞ്ഞപ്പോൾ അവയിൽ നിന്നൊക്കെ വിടുവിച്ച് ബലത്തോടെ, കൃപയോടെ ഇതുവരെ നിർത്തിയത് സ്വർഗത്തിലെ ബലമുള്ള കരമാണ്. ആ വലിയ കരത്തിനായി സ്തോത്രം ചെയ്യാം. ഈ ഞായറാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വേദന നിശ്ചയമായും തമ്പുരാൻ അറിയുന്നു. തമ്പുരാൻ അത് ഏറ്റെടുക്കും. നിങ്ങൾക്കെതിരെ പോരാടുന്നവർ നിങ്ങൾക്കൊരിക്കലും അടുത്തെത്തുവാൻ കഴിയാതെ വണ്ണം ശക്തരായിരിക്കാം, വലിയവരായിരിക്കാം, പ്രഗത്ഭരും സമുന്നതരായ ആളുകളുമായിരിക്കാം. എന്നാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്ന ദൈവം, അവരെയൊക്കെ സൃഷ്ടിച്ച സകലത്തിനും ഉന്നതനായിരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ആ ദൈവം തന്റെ ബലമുള്ള കരത്താൽ എന്നെയും നിങ്ങളെയും സകല തിന്മയിൽ നിന്നും, സകല ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും കരകയറ്റുവാൻ മതിയായ ദൈവമാണ്. നിങ്ങളുടെ വേദന എന്താണ്? ഭാരം എന്താണ്? ഒരുപക്ഷെ നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയോട് പോലും പറയാത്തത്, ഭാര്യയോട് പറയാത്തത്, ഭർത്താവിനോട് പറയാത്തത്, നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനോട് പറയാത്തത്, ഈ ഞായറാഴ്ച അതിരാവിലെ ദൈവത്തോട് പറയുക. ദാവീദിന് അത് മാത്രമേ ഈ 18-ാം സങ്കീർത്തനത്തിൽ പറയുവാനുള്ളൂ. താൻ കടന്നു വന്ന വഴിത്താരകൾ അത്ര ഭീകരമായിരുന്നു, അത്ര വേദന നിറഞ്ഞതും കല്ലും മുള്ളും ഏറിയതുമായിരുന്നു. എന്നാൽ തമ്പുരാന്റെ വലിയ കൃപ ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും വിടുവിച്ച്, അതെ, അടുത്ത വാക്യം പറയുന്നത്, സ്വർഗത്തിലെ ദൈവം ദാവീദിന് തുണ നിന്നു. ഇന്ന് ഒറ്റപ്പെട്ടു എന്ന് തോന്നലുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നോ? എന്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു, എന്റെ കൂട്ടുകാർക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു, എന്റെ ദൈവാലയത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു, എന്റെ ഓഫീസിൽ ഞാൻ ഒറ്റപ്പെട്ടു, എന്റെ വാക്ക് കേൾക്കുവാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല. അങ്ങനെ വല്ലാതെ മാനസികമായി തളരുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തുണയായി തമ്പുരാൻ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശത്രുവിന്റെ ബലവും വലിപ്പവും ശക്തിയും അവന്റെ ഇൻഫ്ലുവൻസും കണ്ട് ഒരു പ്രാർത്ഥിക്കുന്ന ദൈവമൈതൽ ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്, പിറുപിറുക്കരുത്, അവിശ്വസിക്കരുത്, ഒരു ചുവട് പിന്നോട്ട് പോകരുത്. നമ്മൾ പ്രാർത്ഥനയോട് മുൻപോട്ട് വെച്ച കാൽ മുൻപോട്ട് തന്നെ പോണം. കാരണം ബലമുള്ള ഒരു കരം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ആ കരം നമ്മുടെ ശത്രു എത്ര ബലമേറിയവനാണെങ്കിലും അവരിൽ നിന്ന് വിടുവിച്ച് കൃപയോടെ നടത്തുവാൻ മതിയായ കരമാണ്. അതുകൊണ്ട് വചനം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഈ ഞായറാഴ്ച അതിരാവിലെ ആ ബലമുള്ള തമ്പുരാന്റെ കരങ്ങളിൽ താണിരിക്കാം. തക്ക സമയത്ത് നമ്മെ വിടുവിക്കുവാൻ മതിയായ ദൈവമാ. നിങ്ങൾ കടന്നു പോകുന്ന വേദന, നിരാശ, സങ്കടം, വിഷമം എന്തുമായിക്കൊള്ളട്ടെ, ഈ വിശുദ്ധ ദിനം അതിരാവിലെ കർത്തൃപാദാന്തിയെ സമർപ്പിക്കുക, പ്രാർത്ഥനയോടെ അടുത്തു വരിക. ശത്രുവിനെ കണ്ട് പിന്മാറരുത്. നമ്മൾ തോൽക്കുവാനായി വിളിക്കപ്പെട്ടവരല്ല, ജയിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. കാരണം ഞാൻ നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ജയാളിയാണ്.
അവസാനം ക്രൂശിൽ കിടന്നപ്പോൾ പോലും പിശാച് അവന്റെ തന്ത്രങ്ങളാൽ വെല്ലുവിളിച്ചപ്പോൾ അവിടെയും പിശാചിനെ സധൈര്യം ജയിച്ച കർത്താവ് നമ്മുടെ ശത്രുവിന്മേൽ നമുക്ക് ജയം നൽകും, വിടുതൽ നൽകും, അനുഗ്രഹം നൽകും. ആ വലിയ കർത്താവിന്റെ വിടുതൽ ഈ വിശുദ്ധ ദിനം രാവിലെ വാഗ്ദത്ത വചനം കേൾക്കുന്ന നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, കുടുംബാംഗങ്ങളുടെ മേൽ, നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങൾ വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. സ്വർഗം തുറക്കട്ടെ. ആ ബലമുള്ള കരം നിങ്ങളെ തന്റെ ഉള്ളങ്കരങ്ങൾ വഹിച്ച് കൃപയോടെ നടത്തട്ടെ. അതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ 3-ാമത്തെ വിശുദ്ധ ദിനം കാണുവാൻ തമ്പുരാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും പദവിയും തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ശത്രു എത്ര ബലമേറിയവരാണെങ്കിലും അവരുടെ എല്ലാത്തിന്റെയും കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമെന്നും ഞങ്ങളെ ഉയർത്തുമെന്നും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും പരിപാലിക്കുമെന്നും ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ ദൈവജനം കേട്ട നിന്റെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ വേദനകൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ അപ്പനവിടുന്ന് ഏറ്റെടുക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി അങ്ങയോട് ചേർന്ന് വസിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ കൂടെ നാം കേട്ടതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ കരം എന്നെയും നിങ്ങളെയും സകല ശത്രുക്കളിൽ നിന്നും വിടുവിക്കും. നമ്മുടെ ശത്രുവിന്റെ ബലവും ശക്തിയും അല്ല നാം നോക്കേണ്ടതും അളക്കേണ്ടതും, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ വലിപ്പമാണ്, വല്ലഭത്വമാണ്, ഔന്നത്യമാണ്. ആ ദൈവം നിശ്ചയമായും നമ്മെ പരിപാലിക്കാൻ മതിയായവനാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ദിനം ധാരാളമായി അനുഗ്രഹിച്ച് ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.